Hi guys, today I'm going to show you a simple super feeding hack that has honestly saved my life as a mom of twins. So if you're also a mom of two little ones and doing all your chores of your own, this practice is for you. Now a quick disclaimer. This is not a professional technique. I'm not a doctor or a feeding expert. This is a method which I figured out after watching so many YouTube videos, reading some of the articles, talking to moms, and doing so many trial and errors at home. So I started practicing this laying down method, laying down precision for breastfeeding on my 2-year-old when he was 3 months. So when he was 3 months, I started trying on him, and I practiced on him, like to lay on bed and feeding him on bed. Okay, so it was like quite not so hard for me because my mom, my aunts, everyone does this method. Okay, simple way പറയുകയാണെങ്കിൽ കിടന്നുകൊണ്ട് കുട്ടിക്ക് പാല് കൊടുക്കുന്നത്. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ നോക്കുമ്പം എല്ലാ പീഡിയാട്രിഷ്യൻസും കുറേ ഡോക്ടേഴ്സൊക്കെ പറയണത് ഇറ്റ് ഈസ് റിസ്കി ബിക്കോസ് ഇയർ ഇൻഫെക്ഷൻ വരും, ലൈക്ക് സം കൈൻഡ് ഓഫ് റിസ്ക് പിന്നെ അങ്ങനെ പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ സെയിം മെത്തേഡ്സ് അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് കുട്ടിക്ക് പാല് കൊടുക്കുന്നത് ഈസ് നോട്ട് എ വെരി അൺയൂഷ്വൽ മെത്തേഡ് ഹിയർ ഔട്ട് ഓഫ് കേരള, ഔട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, അതൊരു അൺയൂഷ്വൽ മെത്തേഡൊന്നും അല്ല. ഇവിടെ അവരങ്ങനെ കിടന്ന് കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, അവരതിൻ്റെ ഒന്നും കുഴപ്പങ്ങൾ പറയാറില്ല. ഓക്കെ, ഓൾ തിങ് ഈസ് ദാറ്റ് വി മസ്റ്റ് ബി കെയർഫുൾ ദാറ്റ് വി ഡോണ്ട് സ്ലീപ്പ്. നമ്മൾ ഉറങ്ങിപ്പോകരുത് കൊച്ചിന് പാല് കൊടുത്തോണ്ടിരിക്കുമ്പോൾ. ആ ഒരു കാര്യമുള്ളൂ. ഇപ്പം ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് ബോൺ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അഗൈൻ പറഞ്ഞ പോലെ എൻ്റെ ആൻറ്റിമാരും എല്ലാവരും, എൻ്റെ അമ്മയും ആൻറ്റിമാരും കുറേ എനിക്കറിയുന്ന ചേച്ചിമാരും കുട്ടിക്ക് ഒരു 3 മാസം കഴിയുമ്പോൾ തൊട്ട് അവർ കിടന്നുകൊണ്ടാണ് കുട്ടിക്ക് പാല് കൊടുക്കുന്നത്. ഓക്കെ, സെയിം കിടന്നുകൊണ്ടും കൊടുക്കും, ഇരുന്നും കൊണ്ടും കൊടുക്കും. ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ തിങ്. സോ നൗ വിൽ സീ ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, ആൻഡ് അഗെയിൻ റിമൈൻഡർ, this is not something advised professional. Okay, the professional advice ചെയ്യുന്ന കാര്യമല്ല ഇത്. ഞാൻ എൻ്റെ ട്വിൻസിന്, എനിക്ക് 3 പിള്ളേരാണുള്ളത്. സോ ഹാൻഡ്ലിങ് ഓൾ ദ 3 by myself is not easy for me. Okay, so and also when both twins are hungry all together at the same time, I cannot help it. So ഞാൻ തന്നെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്ത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, സോ വിൽ സീ വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിന് ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ കുട്ടിയെ ചിരിച്ച് കിടത്തണം. ഓക്കെ, ചിരിച്ച് കിടത്തിയിട്ട് കരച്ചിലാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കൈകൊണ്ട് തന്നെ പിടിച്ച്, ബോട്ടിൽ കൈകൊണ്ട് തന്നെ പിടിച്ച് ശാന്തമാക്കുക. ഓക്കെ, കരച്ചിൽ നിർത്തി കഴിയുമ്പം പയ്യെ ബോട്ടിൽ ഒരു തലയണയിലോ എന്തെങ്കിലും, ഓക്കെ, ഇതുപോലെ ഇപ്പോൾ ഈ കാണുന്ന പോലെ ബോട്ടിൽ ചെരിച്ച് വെക്കുന്ന രീതിയിൽ ചെരിഞ്ഞ് വേണം ബോട്ടിലിരിക്കാൻ. ഓക്കെ, അത് ബോട്ടിൽ ബെഡിലല്ല റെസ്റ്റ് ചെയ്യേണ്ടത്, ബെഡിലല്ല നമ്മൾ ബോട്ടിൽ വെക്കേണ്ടത്, പകരം വേറെ ഏതെങ്കിലും ഒരു സർഫസിൽ ചെരിഞ്ഞിരിക്കണം. അതായത് പാല് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കുട്ടിയുടെ വായിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി ചെരിച്ച് വെക്കാൻ ഒരു പില്ലോ വേണം. ഇതെൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ടെമ്മുയിൽ നിന്ന് വാങ്ങിയ ഒരു പില്ലോ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പില്ലോ ഉപയോഗിക്കാം. അപ്പോൾ കുട്ടി ചെരിഞ്ഞ് കിടക്കണം. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് തന്നെ കുട്ടി എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് പോലെ തന്നെയാണ് ഇപ്പോൾ ആ കുട്ടിയെ ബോട്ടിലിൽ നിന്ന് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, കുട്ടി ചെരിഞ്ഞ് കിടക്കാൻ ഒരു പില്ലോ വേണം. ഓക്കെ, ദിസ് ഈസ് ബോട്ടിൽ ഇൻക്ലൈൻ ചെയ്യുന്ന ഒരു പില്ലോ വേണം. പിന്നെ നമ്മുടെ ബേബി ചെരിച്ച് കിടത്താൻ പുറകിലായിട്ടൊരു പില്ലോയോ ബ്ലാങ്കറ്റോ എന്തെങ്കിലും ഒന്ന് വേണം. ഓക്കെ, ദിസ് ഈസ് ഹൗ മൈ ട്വിൻസ് ഫീഡ്. So do like, share and subscribe.